പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ, അഭിസംബോധനയിൽ കർത്താവിരിക്കുക വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ ജീവിക്കുന്നത്, അതോ ദൈവത്തിൻ്റെ ഇഷ്ടമെന്നിൽ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു തിരുവചന ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം നമ്മെ പരിചയപ്പെടുത്തുന്നത്. 6-ാം അധ്യായം ആരംഭിക്കുമ്പോൾ യേശു വലിയ പന്തിഭോജനം നടത്തുന്നത് കാണാൻ കഴിയും. 5000 പേരെ പോഷിപ്പിക്കുന്ന വലിയ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ 15-ാമത്തെ വാക്യത്തിൽ യേശുവിന് ജനസമൂഹത്തിന്റെ മുമ്പിൽ, ശിഷ്യന്മാരുടെ മുൻപിൽ ഇരിക്കുമ്പോൾ ഒരു ചിന്ത മനസ്സിലാകുന്നൊരു കാര്യം യേശു പറയുന്നുണ്ട്: നിങ്ങൾ എന്നെ രാജാവാക്കാൻ ശ്രമിക്കുന്നത് എന്ന് യേശു, അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കാൻ ഭാവിക്കുന്നെന്ന് അറിഞ്ഞിട്ട് യേശു തന്നെ മലയിലേക്ക് പോയി. ഇന്ന് സമൂഹത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ പലരും രാജാവാകാൻ ശ്രമിക്കാറുണ്ട്. പലരും തങ്ങളുടെ പേരുകൾ ഉയർന്നു വരാൻ വേണ്ടി എന്തും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, പലയിടത്തും ഞാൻ പ്രസംഗിച്ചപ്പോൾ അത് നടന്നു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അത് നടന്നു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഭൂതം വിട്ടുപോയി, ഞാൻ എന്നുള്ള ഒരു ബോധ്യം, അല്ലെങ്കിൽ ഞാൻ എന്നുള്ള ഒരു ഭാവത്തിലേക്ക് ഇന്ന് ലോകം വന്ന് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വായിക്കാൻ കഴിയുന്നത് യേശു തിരിച്ചറിയുകയാണ്. 5 അപ്പമേ ഉള്ളായിരുന്നു, 2 മീനേ ഉള്ളായിരുന്നു. അത് 5000 പുരുഷാരത്തെ പോഷിപ്പിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ഇവനെ രാജാവാക്കിയാൽ ഞങ്ങൾ എന്നും വയറ് നിറയും, ഇവനെ രാജാവാക്കിയാൽ ഞങ്ങൾക്ക് എന്നും അനുഗ്രഹമായിരിക്കും. ആ യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ ശ്രമിക്കുമ്പോൾ യേശു അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യത്യസ്തനാണ് യേശു, ഒരു വ്യത്യസ്തനായി അവിടെ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളും മറ്റു പലരിൽ നിന്നും വ്യത്യസ്തതയുള്ളവരായി മാറാൻ, വ്യത്യസ്തതയിലേക്ക് വരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പേരുകൾ ഉയരാൻ ഒന്നും ചെയ്യണ്ട, നമ്മുടെ പേരുകൾ ഉയർത്തിക്കൊണ്ടുവരാൻ നാം ഒന്നും ചെയ്യണ്ട. പൗലോസ് പറയുന്ന ഒരു വാക്യം എങ്ങനെയുണ്ട്: ഞാനോ കുറയണം, എന്നിൽ ക്രിസ്തു വളരണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പേരുകൾ ഉയരാതെ നമ്മളിൽ ക്രിസ്തു ഉയരട്ടെ. എന്നിട്ട് താഴോട്ടുള്ള വേദഭാഗങ്ങൾ പഠിച്ചു വരുമ്പോൾ കാണുന്നത് യേശു ജീവന്റെ അപ്പമാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് 26-ാം വാക്യത്തിൽ യേശു പറയുന്നൊരു പദമാണ്. അതിന് യേശു ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം നിന്ന് തൃപ്തരായത് കൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നു. അപ്പോൾ യേശുവിനെ ഇവർ കൂടെ അന്വേഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ ബഹുമാനത്തോടെ, സ്നേഹത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നമ്മുടെ പ്രതിസന്ധികൾ വഴിമാറുവാനിടയായി തീരും, നമ്മുടെ പ്രതികൂലങ്ങൾ വഴിമാറുവാനിടയായി തീരും. നാം അനുഭവിക്കുന്ന ഇരുട്ടിന്റെ സ്വാധീനങ്ങളെ വിട്ട് നിത്യ വെളിച്ചത്തിലേക്ക് നാം വരുവാനിടയായി തീരും. എന്നാൽ ഇതിനു വേണ്ടിയിട്ടല്ല നാം യേശുവിനെ തേടി ഇറങ്ങിയത്. നമ്മുടെ കഷ്ടത മാറാനോ, നമ്മുടെ ദുരിതം മാറാനോ, നമ്മുടെ പ്രയാസങ്ങൾ മാറാനോ അല്ല, മറിച്ച് നമുക്കൊരു നിത്യതയുണ്ട്. അവിടെ എത്തിച്ചേരുവാൻ അത്രേ നാം ഇറങ്ങി തിരിച്ചത്. ദൈവത്തിന് സ്തോത്രം. യേശു ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നതിൻ്റെ പിന്നിൽ ശുശ്രൂഷ കാണാനോ പിതാവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ അറിയാനോ അല്ല, മറിച്ച് അപ്പം നിന്ന് തൃപ്തരായതുകൊണ്ട് ഇനിയും ലഭിക്കും, ഇനി ലഭ്യമാകുമെന്ന് കരുതിയിട്ടാണ് നിങ്ങൾ എന്നെ തേടുന്നത്. ദൈവത്തിന് സ്തോത്രം. സത്യമല്ലേ പ്രിയപ്പെട്ടവരെ? എന്നാൽ യേശുവിൻ്റെ ലക്ഷ്യം വേറെയായിരുന്നു. യേശു ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതാണ് നാം വായിച്ച യേശു പറയുന്നൊരു കാര്യമാണ്: ഞാൻ എൻ്റെ ഇഷ്ടമല്ല ചെയ്യുന്നത്. യേശുവിന്റെ ഇഷ്ടമായി ചെയ്തില്ലെങ്കിൽ യേശു ചോദിച്ചൊരു ചോദ്യമുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ യേശു പിതാവിനോട് ചോദിക്കുന്നു,
പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് നീക്കണം. കാര്യം തനിക്ക് സഹിക്കാൻ കഴിയാത്ത വേദന താൻ അനുഭവിക്കുമ്പോൾ താൻ പറയാം, കഴിയുമെങ്കിൽ ഇത് മാറ്റണം. എന്നിട്ട് യേശു പ്രാർത്ഥിക്കുക, എങ്കിലും എന്റെ ഇഷ്ടമല്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ ദൈവത്തെ വിളിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്? എന്റെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാണോ? എനിക്ക് പ്രത്യേക തരത്തിലൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ ഞാൻ കർത്താവിനെ വിളിക്കാൻ ഇറങ്ങിയത്? നമുക്കതൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് നമുക്കും പ്രാർത്ഥിക്കാം, അപ്പാ, അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ, അങ്ങയുടെ ഹിതം ചെയ്യാൻ, അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂവ് ചെയ്യാൻ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. നമ്മൾ പലപ്പോഴും നമ്മളെ ഇഷ്ടം ചെയ്യുന്നത് കൊണ്ട് തൃപ്തരാകുന്നില്ല. നമ്മൾ തൃപ്തിപ്പെടാത്തതിന്റെ ആ കാരണം നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടം നടക്കാനാ പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ ഇഷ്ടം നടക്കാനാ ഉപവസിക്കുന്നത്, നമ്മുടെ ഇഷ്ടം നടക്കാനാ പല കാര്യാദികളും ചെയ്യുന്നത്. ഇന്ന് പകൽ നമുക്ക് അതിനെ ഒന്ന് തിരിഞ്ഞു ചിന്തിക്കാം. യേശു പറയും, ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നത്. ഇന്ന് പകലും നമ്മുടെ പ്രാർത്ഥനാ രീതികളൊന്ന് മാറട്ടെ, നമ്മുടെ ചിന്തകൾ അടിമുടിയൊന്ന് മാറട്ടെ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യേശുവിനെ കൊണ്ടുവരുവാനല്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കർത്താവിനെ കൊണ്ടുവരുവാനല്ല, മറിച്ച് എന്റെ ഇഷ്ടമല്ല അപ്പ, അങ്ങയുടെ ഇഷ്ടം എന്നിലൊന്ന് നിറവേറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ നമുക്ക് കർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. യേശു പറഞ്ഞതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഒക്കെ ചെയ്ത യേശുവിനെ അല്ല അവർ തേടിയത് അപ്പം നിന്ന് തൃപ്തനായതുകൊണ്ട് നാളെയും അത് ലഭ്യമാകും, നാളെയും അത് ലഭിക്കുമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടി യേശുവിനെ അവർ തേടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ലോകത്തിൽ എന്തെങ്കിലും നേടിയെടുക്കാനോ എന്തെങ്കിലും സാധിക്കാനോ നമ്മുടെ കാര്യാദികൾ ഭൗതിക നന്മകൾ നടക്കാനോ വേണ്ടിയിട്ടാണോ നമ്മൾ കർത്താവിനെ തേടിയിറങ്ങിയത്? നമ്മൾ ചിന്തിക്കണം. നിശ്ചയമായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സകല ആവശ്യങ്ങളും നൽകി തരാൻ, നമ്മുടെ സകല ആവശ്യങ്ങളും നിറവേറ്റാൻ ആ ദൈവം കരുത്തുള്ളവനാണ്. എന്നാൽ നമ്മുടെ ലക്ഷ്യമതാകരുതേ, നമ്മുടെ ലക്ഷ്യം ക്രൂശിലേക്ക് നോക്കാം. കർത്താവ് നമ്മളെ അയച്ച് നമ്മളെ ആക്കിയിരിക്കുന്നതിന്റെ ഉദ്ദേശത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം എന്നിൽ വെളിപ്പെടുത്തണം. കർത്താവ് നമ്മെ ഏവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.